DGP ഉത്തരവാദിത്തം നിറവേറ്റിയോ എന്ന് അന്വേഷിക്കണമെന്ന് പിണറായി വിജയൻ. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ഉന്നത ഇടപെടൽ നടന്നു. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടൽ നടന്നെങ്കിൽ അതും അന്വേഷിക്കണമെന്നും പിണറായി പറഞ്ഞു. കേരളത്തിന്റെ DGP അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ സംവിധാനം വേണം. പോലീസ് ഇൻക്വസ്റ്റിൽ ഏറ്റവും ഭീകരമായാണ് ജിഷ കൊല്ലപ്പെട്ടതെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അന്വേഷണത്തിൽ ജാഗ്രതയുണ്ടായില്ല എന്ന് പി രാജീവ്. പോസ്റ്റ്മോർട്ടത്തിലൂടെ ജിഷയുടെ മൃതദേഹം PG വിദ്യാർത്ഥിക്ക് പഠന വസ്തുവാക്കി മാറ്റിയതിന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മറുപടി പറയണമെന്ന് ആനി രാജയും പറഞ്ഞു. മകസർ തയ്യാറാക്കുമ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ പോലീസിനറിയാം എത്രമാത്രം ഭീകരമായി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മകസറിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് പെൺകുട്ടിയെ ഈ രൂപത്തിലൊക്കെയാണ്, ഇത്ര മുറിവുകളുണ്ട്, ഇങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് എഴുതുമ്പോൾ പോലീസിന് ഉടൻ തന്നെ ദളിത് പെൺകുട്ടി ഈ രൂപത്തിൽ ഇന്ത്യയിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നറിയുമ്പോൾ സ്വീകരിക്കേണ്ട ജാഗ്രതയും കരുതലും എന്തുകൊണ്ട് പോലീസ് ഉണ്ടായിട്ടില്ല? ദളിതായതുകൊണ്ട് ശരീരത്തിൽ തൊടുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന നിങ്ങളുടെ ജാതി നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, ജിഷയുടെ ജാതി നിങ്ങൾക്ക് പ്രശ്നമാണോ? അതോ ദളിത്തിന്റെ ശവമാണ്, പെൺകുട്ടിയുടെ ശവമാണ്, അതുകൊണ്ട് പഠിക്കട്ടെ ഇനി വരുന്ന തലമുറ എന്നാണോ പഠന വസ്തുവാക്കി മാറ്റുവാനുള്ളതല്ല ഈ സംസ്ഥാനത്തെ പെൺകുട്ടികളുടെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ മൃതദേഹമെന്ന് കേരളത്തിലെ UDF ഗവൺമെന്റിനെയും UDFന്റെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ രമേശ് ചെന്നിത്തലയെയും ഈ പോലീസുകാരെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ജിഷ കൊലപാതക കേസ് വഴിമുട്ടി നിൽക്കാൻ കാരണമെന്ന് MA ബേബി പറഞ്ഞു. പ്രതികളെ ജയിലിലടയ്ക്കാനുള്ള സമയം അതിക്രമിച്ചെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. പോലീസ് നിലവിലുള്ള നിയമം നടപ്പാക്കാൻ വേണ്ടി നീങ്ങിയിരുന്നെങ്കിൽ ഈ കുറ്റവാളികൾ ഇപ്പം ലോക്കപ്പിൽ കിടക്കണമായിരുന്നു, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാകേണ്ടവരാണ്. അപ്പൊ ഈ അക്രമം സംബന്ധിച്ച് അവർ ധൈര്യം സംഭരിച്ചു പോയി പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു അന്വേഷണവും അനന്തര നടപടികളും സ്വീകരിക്കാതിരുന്ന കേരളത്തിലെ UDF ഭരണത്തിലെ പോലീസിന്റെ നിഷ്ക്രിയത്വമാണ്, കുറ്റകരമായ നിഷ്ക്രിയത്വമാണ്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ വമ്പൻ കൈകളുണ്ടെന്ന പോലീസിന്റെ അനാസ്ഥ വ്യക്തമാക്കുന്നുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. പോലീസ് ആദ്യം മുതൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ വെച്ച് പോലീസ് നാടകം കളിക്കുകയാണെന്നും പന്ന്യൻ പറഞ്ഞു. കേരളത്തെ പോലീസ് ഈ കാര്യത്തിൽ കാണിച്ച ഗുരുതരമായ വീഴ്ച, അതിന് പിന്നിലെന്താ? വല്ല ദുരൂഹതയുമുണ്ടോ? ആ വീഴ്ച എങ്ങനെ കാണിക്കാൻ കഴിഞ്ഞു? ബോധപൂർവം മൂടിവെക്കാനും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനും പഴുതുണ്ടാക്കാൻ പോലീസ് ശ്രമിച്ചു എന്നാണ്. അത് പോലീസിനെ അങ്ങനെ ശ്രമിക്കാൻ ആവശ്യമായ ഒരു ശക്തി പകർന്ന ആരാണ് പരിശോധിക്കണം. അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിന്റെ പ്രോഗ്രസ്സൂടെ പരിശോധിച്ച് നമുക്ക് കാര്യം ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഗവൺമെന്റിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും താല്പര്യം. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരുടെ ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. അതിന്റെ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉള്ള എല്ലാ സംഭവത്തിലും അവരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അവരെ ശിക്ഷിക്കുന്നത് വരെ ഗവൺമെന്റ് പ്രത്യേക സംവിധാനമാണ്. ഇതുപോലെ ക്രൂരമായ കൊലപാതകം നടന്ന എല്ലാ കേസിലും. ജിഷ കൊലക്കേസിൽ DGPയോട് സ്ഥലം സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും ചെന്നിത്തല പറഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അല്ല, അതെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഗൗരവത്തോടെ പരിശോധിക്കുക. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതിനെപ്പറ്റി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ സ്പെഷ്യൽ ടീം വെച്ചുകൊണ്ട് അവരുടെ അന്വേഷണം ഒന്ന് പുരോഗമിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഫലപ്രദമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ചിന് ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ ഇന്നലെ DGP തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണ്.
ഇന്ന് DGP സ്ഥലം വൈകിട്ടോടുകൂടി സന്ദർശിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകില്ല. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ പേഴ്സണലായിട്ട് തന്നെ ഇത് ഞാൻ ഓരോ ഘട്ടത്തിലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രതിയെ വൈകാതെ പിടികൂടും. പലപ്പോഴും കേസ് അന്വേഷണത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് നമുക്ക് പലപ്പോഴും നൽകാൻ കഴിയില്ല. അങ്ങനെ നൽകിയാൽ പലപ്പോഴും കേസ് അന്വേഷണം ഫലപ്രദമാകില്ല. ശരിയാണ് പറഞ്ഞത്, സമയം അല്പം എടുക്കുന്നുണ്ട്. അത് കൂടുതൽ തെളിവുകൾ കിട്ടാനുള്ള പരിശ്രമത്തിനിടയിലാണ്. ജിഷ കൊലപാതകത്തിൽ LDF നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. പ്രതിയെ പിടികൂടും വരെ പെരുമ്പാവൂർ DYSP ഓഫീസിന് മുന്നിലാണ് സമരം. നാളെ പെരുമ്പാവൂരിൽ പിണറായി എത്തും. വിവരങ്ങളുമായി സമീർ വടങ്ങോട് ചേർന്നുണ്ട്. സമീർ, വിശദാംശങ്ങൾ. സമീർ, വിവരങ്ങൾ അവിടെ നിന്നുള്ള. LDFിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ്. 11 മണിയോടുകൂടി ആരംഭിച്ച സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിഷയുടെ ഘാതകനെ പിടികൂടുന്നതുവരെ ഈ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് LDFിൻ്റെ തീരുമാനം. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് പെരുമ്പാവൂർ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 28-ന് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജിഷയുടെ ഘാതകനെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളെ സംബന്ധിച്ച സൂചന പോലും പോലീസിനില്ല. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ഒരു നടപടികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതാനും പേരെ കസ്റ്റഡിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ കൂടി ഇതുവരെയും ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു മൊഴിയോ വ്യക്തമായ ഒരു സൂചനകൾ പോലും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇന്നലെ വൈകിട്ടോടുകൂടെ 2 അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത് ഈ കേസിൽ നിർണായകമാകുമെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള പരിശോധനയിലൊന്നും തന്നെ കാര്യമായ തെളിവുകളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇപ്പോഴും പോലീസ് ഏതാനും പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ 7 ദിവസം പിന്നിട്ട് ഇന്ന് 8-ാം ദിവസം ഉച്ചയും പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്കും കൃത്യമായ രീതിയിലുള്ള ഒരു ദിശാബോധത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖാചിത്രവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങളിലെല്ലാം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ള പോലീസിന് അകത്തുനിന്ന് തന്നെയുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പെരുമ്പാവൂർ DYSPയെ മാറ്റിക്കൊണ്ട് ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് DYSPക്ക് അന്വേഷണ ചുമതല കൈമാറുന്നത്. ഐജിയുടെ അധ്യക്ഷതയിലുള്ള 30-അംഗ മേൽനോട്ടത്തിലുള്ള 30-അംഗ സംഘത്തിൻ്റെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു തെളിവും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്. ഈ പ്രതിഷേധം കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. LDFിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നു മുതൽ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിയെ പിടികൂടുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമരപന്തലിലേക്ക് നാളെ 9:30 CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും എത്തുന്നുണ്ട്. സമരം കൂടുതൽ സങ്കീർണമാകുന്നു. പോലീസിന് മേലും സർക്കാരിന് മേലും കൂടുതൽ സമ്മർദ്ദം ശക്തമാകുന്നു. എന്നാൽ ഈ വേളയിലൊന്നും തന്നെ ഈ കേസിന് നിർണായകമായിട്ടുള്ള ഒരു തെളിവും പോലീസിന് ലഭ്യമായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജിഷയുടെ അമ്മയായ രാജേശ്വരിയെ സന്ദർശിക്കാൻ നിരവധി പ്രമുഖരാണ് എത്തുന്നത്. MP രാജേഷ് MP, കേന്ദ്രമന്ത്രി തുടങ്ങിയിട്ടുള്ള പ്രമുഖരുടെ നിര തന്നെ ഇന്നും അവരുടെ അമ്മയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് വിവിധ ഇടങ്ങളിലേക്ക് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. കഴിഞ്ഞ 7 ദിവസത്തെ പോലെയാണ് ഇന്ന് 8-ാം ദിവസവും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം ക്രൂരമായ ചെയ്ത ഒരു ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘാതകരെ പിടികൂടുന്നതിന് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെയും നമുക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ LDFിൻ്റെ രാപ്പകൽ സമരം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ജിഷയുടെ കൊലപാതകത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് കോടിയേരി. ഇടുക്കിയിലാണ് കോടിയേരിയുടെ പ്രതികരണം. ഇപ്പൊ അവർ ചെയ്തെന്നറിയോ? മാധ്യമങ്ങൾക്ക് മുമ്പിൽ 2 ആളെ പിടിച്ചു എന്ന് കാണിക്കാൻ 2 പോലീസുകാരെ കൊണ്ട് പ്രച്ഛന്ന വേഷം കെട്ടിച്ചു. 2 AR ക്യാമ്പിലെ പോലീസുകാർ പ്രച്ഛന്ന വേഷം പ്രതികളായിട്ട് അഭിനയിച്ചു. അപ്പൊ മുഖം മൂടിയിട്ട് 2 ആൾ പോകുന്നു. പോലീസ് മാധ്യമങ്ങളുടെ പടമെടുക്കാൻ അനുവദിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് എന്ത് തോന്നി? 2 ആളെ പിടിച്ചിട്ടുണ്ട്, ഇപ്പൊ തുമ്പ് കിട്ടും. എവിടെയാ 2 ആൾ? ഇപ്പൊ കേരള പോലീസിന്റെ പണി പ്രച്ഛന്ന വേഷം കെട്ടലാണോ? ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടു,
പ്രതിയെ കിട്ടുന്നില്ല, രേഖാചിത്രം വരച്ചു. രേഖാചിത്രം. കേരള പോലീസിന്റെ പണി ഇപ്പൊ രേഖാചിത്രം വരയ്ക്കലാണ്. രേഖാചിത്രം വരയ്ക്കലാണ് പോലീസിന്റെ പണിയെങ്കിൽ ഈ IPS-കാരനെ പിടിച്ച് DGP ആക്കേണ്ട കാര്യമുണ്ടോ? ആ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പിടിച്ച് DGP ആക്കിയാൽ ഏതെങ്കിലും നല്ല ആർട്ടിസ്റ്റിനെ പിടിച്ചാക്കിയാൽ ഇതൊരു പരിഹാസ്യമായ നാടക കളിയാക്കി മാറ്റിയില്ലേ ഈ കേരള പോലീസ്? ജൈവ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ ജനങ്ങൾക്ക് പ്രേരണ നൽകി കോട്ടയം കല്ലറയിലെ CPIM പ്രവർത്തകർ. 1.5 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തുന്നവരോട് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള സന്ദേശമാണ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നൽകുന്നത്. പയറും പടവലവും വെള്ളരിയും ചീരയും വഴുതനയും പച്ചമുളകും ഒക്കെ ഒരേക്കർ ഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത്. കോട്ടയം കല്ലറയിലെ CPIM ടൗൺ കുരിശുപള്ളി ബ്രാഞ്ച് കമ്മിറ്റിയാണ് പാട്ടത്തിനടുത്ത് ഭൂമിയിൽ കൃഷി ഇറക്കിയിട്ടുള്ളത്. പൂർണ്ണമായും വിഷരഹിത പച്ചക്കറി കൃഷിത്തോട്ടമാണിതെന്ന് പറയാം. ഗോമൂത്രം, ചാണകം, കടലപ്പിണ്ണാക്ക് എന്നിവയ്ക്ക് പുറമെ ജൈവ കീടനാശിനിയും മീൻവളവുമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. KV ഗോപാലകൃഷ്ണൻ, സജിമോൻ ജോർജ്, KT സുഗണൻ, A മാത്യു, അഡ്വക്കേറ്റ് ജിതീഷ്, P പ്രസാദ് എന്നിവരാണ് ഈ ജൈവ കൃഷിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. നമ്മളിപ്പോൾ ഇതിൽ നിന്നൊരു ആദായം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമല്ല ഞങ്ങൾക്കുള്ളത്. അതായത് ഞങ്ങൾ ഈ ജൈവ കൃഷി ചെയ്ത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ജനത്തിന് ഇങ്ങനെ കൃഷി ചെയ്തെന്നാൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും കൃഷിത്തോട്ടത്തോട് ചേർന്നുള്ള വിൽപ്പന കേന്ദ്രത്തിൽ നിശ്ചിത വില മാത്രമാണ് ഇവർ ഈടാക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളവെടുപ്പ് നടത്തി മണിക്കൂറുകൾക്കകം തന്നെ പച്ചക്കറി വിറ്റഴിക്കുകയാണ് പതിവ്. മുളക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ജൈവ പച്ചക്കറി സ്റ്റാളിലേക്കും ഇവിടെ നിന്ന് പച്ചക്കറി നൽകി വരുന്നു. ആദായം മാത്രം ലക്ഷ്യമിട്ടല്ല ഈ 1.5 ഏക്കറിൽ കൃഷി നടത്തുന്നത്. പകരം എല്ലാവരും കാർഷിക മേഖലയിലേക്ക് എത്തിപ്പെടട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ നൽകുന്നത്. കല്ലറയിൽ നിന്നും ക്യാമറമാൻ സംജിത്ത് ആർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്.